വോട്ടർ പട്ടിക പുതുക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ ബൂത്ത് ലെവൽ ഓഫീസർ ഇത് കാണിച്ചു. ചിലപ്പോൾ നമ്മളത് സാറായതുകൊണ്ട് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ളവരുടെ വീടുകളിലാണോ? നമ്മൾ നവംബർ 4-ാം തീയതിയാണ് നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലുമുള്ള സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ്റെ പ്രക്രിയ ആരംഭിക്കുന്നത്. ഇന്ന് ഇവിടെ ഞാൻ വരാൻ കാരണം, അതേപോലെ തന്നെ മറ്റ് ജില്ലാ കളക്ടർമാരും പ്രമുഖ വ്യക്തികളുടെ വീടുകളിൽ പോകാൻ കാരണം, ഇതിനെക്കുറിച്ചുള്ളൊരു അവയർനെസ് നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് മീഡിയയുടെ കൂടെ സഹായം ആവശ്യമുണ്ട്. കാരണം ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ബൂത്ത് ലെവൽ ഓഫീസർമാരും അതേപോലെ അതിന് മുകളിലുള്ള EROമാരും എല്ലാവരും അതിന് റെഡിയാണ്. അപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ ഒരു മാസം കണ്ടിന്യൂ ചെയ്യും. ഈ ഫോം ഡിസ്ട്രിബ്യൂഷൻ, ഫോം ഫില്ല് ചെയ്ത് വാങ്ങിക്കുന്ന പ്രവൃത്തിയെല്ലാം കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ അതിൽ ഉള്ള പ്രായോഗികമായിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് നേരിട്ട് അറിയാൻ കൂടി വേണ്ടിയിട്ടാണ് ജില്ലാ കളക്ടർമാർ ഇന്ന് അതത് വീടുകളിൽ പോകുന്നത്, പ്രമുഖരുടെ വീടുകളിൽ പോകുന്നത്. ഇതിനകത്ത് പല ആശങ്കകളും രാഷ്ട്രീയ പാർട്ടികളൊക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനൊരു ആശങ്ക അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, സാറിന് എന്തായാലും അങ്ങനെ ഒരു ആശങ്ക അങ്ങനെ ഉള്ളതായിട്ട് തോന്നില്ല. പക്ഷേ പൊതുവെയുള്ള വിഷയങ്ങൾ നമുക്കറിയാവുന്ന പോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്ത് നമ്മൾ മീറ്റിംഗ് ജില്ലാ തലത്തിലും വിളിച്ചിരുന്നു, സംസ്ഥാന തലത്തിലെ CEO വിളിച്ചിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് 1-2 വിഷയങ്ങളാണ്. ഇപ്പോൾ ബൂത്ത് ലെവൽ ഓഫീസർമാർ അവർക്ക് വീടുകളിൽ പോകുമ്പോൾ ആളുകൾ കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ്റെ കൂടെ ഇത് നടക്കുമ്പോൾ ബൂത്ത് ലെവൽ ഏജൻസ്, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായിട്ടുള്ള ഏജൻസിന് ഇതിന് ഭാഗമായിട്ട് വരാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളാണ്. ഇതിനെല്ലാം നമ്മൾ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ രീതിയിലുള്ള സംശയങ്ങൾക്കെല്ലാം കൃത്യമായിട്ടുള്ള ഒരു മറുപടി നമ്മുടെ ഇലക്ഷൻ കമ്മീഷനിൽ നിന്നും അതേപോലെ തന്നെ ജില്ലാ തലത്തിൽ നിന്നും എല്ലാം നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ബൂത്ത് ലെവൽ ഓഫീസർമാർ മിനിമം 3 പ്രാവശ്യമെങ്കിലും ഓരോ വീടുകളിൽ പോകണം, മിനിമമാണ് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ എന്യൂമറേഷൻ ഫോം തിരിച്ചു വാങ്ങിക്കാൻ വേണ്ടിയിട്ട് 3 പ്രാവശ്യമെങ്കിലും പോകണമെന്നുള്ളതാണ് വെച്ചിട്ടുള്ളത്. അതേപോലെ ബൂത്ത് ലെവൽ ഏജൻസിന് ഇതേപോലെ ബുദ്ധിമുട്ട്, നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ കൂടി നടക്കുന്ന ഒരു സമയമായതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ട് 3 ബൂത്ത് ലെവൽ ഏജൻസ് വരെ നമ്മൾ വെക്കാൻ നമുക്ക് അവസരം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള കോർഡിനേഷനും ഒരു സൂപ്പർവിഷൻ്റെ ഒരു പ്രശ്നം വരുമെന്ന് തോന്നുന്നില്ല. ഏതെങ്കിലും ബൂത്ത് ലെവൽ ഓഫീസർ ഓരോ വീട്ടിലും വരുമ്പോൾ അവിടെയുള്ള ഏറ്റവും സീനിയർ മോസ്റ്റ് വ്യക്തി അവിടെയുള്ള മറ്റ് വോട്ടർമാരുടെയും ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് ഒപ്പിട്ട് കൊടുക്കാൻ പറ്റുമെന്നുള്ളൊരു അഡ്വാൻറ്റേജ് കൂടി ഈ പ്രാവശ്യമാണ്. ഒരു വോട്ടും മിസ് ചെയ്യരുത്, മരിക്കുന്നത് വരെ വോട്ട് ചെയ്യണം. ഇപ്പോഴത്രേ പറയുന്നുള്ളൂ. മറ്റേതൊക്കെ രാഷ്ട്രീയം, അത് നമുക്ക് പിന്നെ പറയാം. ഈ നടപടിക്രമത്തിന്റെ ഭാഗമാവുകയാണല്ലേ? അതെ.